നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള അതിനിർണായകമായ ആവേശ പോരാട്ടത്തിന് തൊട്ടുമുന്നേ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എഫ് സി ഗോവൻ പരിശീലകൻ മാനുവൽ മാർക്കസിനോട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ് മടങ്ങിയ ബോർഹ ഹെറേറയുടെ സ്ഥിതിയെക്കുറിച്ചും ടീം ന്യൂസിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ട് പറഞ്ഞത് തങ്ങളുടെ ട്രെയിനിങ് സെഷൻ ചിത്രീകരിച്ച ഫോട്ടോഗ്രാഫറോട് ചെന്ന് ചോദിക്കാനായിരുന്നു. മാനുവലോയ്ക്കൊപ്പം പ്രസ് കോൺഫറൻസിനെത്തിയ എഫ് സി ഗോവയുടെ സിഇഒ രവി പുഷ്കർ ചിത്രീകരണം നടത്തിയത് ഫോട്ടോഗ്രാഫറല്ല, മുംബൈ സിറ്റി എഫ് സിയുടെ അനലിസ്റ്റ് തന്നെയാണെന്ന് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തതോടെ കാര്യത്തിൻ്റെ ഗൗരവം ഏറുന്നു. സ്പൈഗേറ്റ് വിവാദത്തിന് സമാനമായ സംഭവം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗോവൻ ടീമിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിന് നേരെ എതിർവശത്തുള്ള ഗ്രൗണ്ടിലേക്ക് ക്ലിയർ വ്യൂ ലഭിക്കുന്ന ഹോട്ടലിൽ നിന്നും ചിത്രീകരണം നടത്തുന്ന മുംബൈ സിറ്റി എഫ് സി അംഗത്തെയായിരുന്നു എഫ് സി ഗോവൻ സംഘം കൈക്കോടെ പിടികൂടിയത്. മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള ആദ്യ 11 വെച്ച് തന്നെ സെറ്റ് പീസുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പരിശീലന സെഷനാണ് മുംബൈ സിറ്റി എഫ് സി അനലിസ്റ്റ് പകർത്തിയതായി എഫ് സി ഗോവൻ പരാതി. ഇതോടെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള ആദ്യ 11 പോലും കൃത്യമായി ഒപ്പിയെടുക്കാനായി എന്നതിലാണ് മാനുവൽ മാർക്കസ് ക്ഷുഭിതനായതും എഫ് സി ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർക്ക് പരാതി നൽകിയതും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.